everyone, welcome to Learnino. ഇന്നത്തെ വീഡിയോയിൽ ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ നമ്പർ റെപ്രസെൻറ്റേഷൻ്റെ പാർട്ട് 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ മൾട്ടിപ്ലക്സേഴ്സിൽ നിന്നും ഡീകോഡേഴ്സിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം. Question number 1. The output Y will be option A XOR B XOR C, option B A XOR B XOR C the whole complement, option C A XOR B, option D B XOR C. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ രണ്ട് മൾട്ടിപ്ലക്സസ് തന്നിട്ടുണ്ട്. 2 ഇൻപുട്ട് 1 ഔട്ട്പുട്ട് ആയിട്ടുള്ള രണ്ട് മൾട്ടിപ്ലക്സസ്. ഇതിൻ്റെ ഔട്ട്പുട്ട് Y ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ രണ്ട് മൾട്ടിപ്ലക്സേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് മൾട്ടിപ്ലക്സർ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോസ് എക്സ് എന്ന് എടുക്കാം. സോ ഇതിൻ്റെ സെലക്റ്റഡ് ലൈൻ ബി ഈസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? എ കോംപ്ലിമെൻറ്റ് എ ബാർ ആയിരിക്കും. ദെൻ ബി ഈസ് ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. അതായത് നമ്മുടെ ഫസ്റ്റ് മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ടായ എക്സ് ഈസ് ഈക്വൽ ടു ബി 0 ആകുമ്പോൾ ഉള്ളത് എ ബാറും പ്ലസ് ബി 1 ആകുമ്പോഴത്തേക്കുള്ള ഔട്ട് എയും ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് നോർ ബി എന്നുള്ളതായിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് മൾട്ടിപ്ലക്സർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി ബാർ ആയ സെലക്റ്റഡ് ലൈൻ സി ബാർ ഇസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ആയിരിക്കും. ദെൻ സി ബാർ ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഔട്ട്പുട്ട് എക്സ് കോംപ്ലിമെൻറ്റും ആയിരിക്കും. ദെൻ ഇവിടുത്തെ ഫൈനൽ ഔട്ട്പുട്ട് വൈ എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്നത് സി കോംപ്ലിമെൻറ്റ് 0 ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സ് കിട്ടുന്നു. ഇനി സി കോംപ്ലിമെൻറ്റ് 1 ആകുന്ന സമയത്ത് നമുക്ക് എക്സ് കോംപ്ലിമെൻറ്റും കിട്ടുന്നു. സി കോംപ്ലിമെൻറ്റ് ഒന്നുകൂടി പറയാം. ഫൈനൽ ഔട്ട്പുട്ട് വൈ എന്ന് പറയുന്നത് സി കോംപ്ലിമെൻറ്റ് 0 ആകുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എക്സ് ആണ്. പ്ലസ് സി കോംപ്ലിമെൻറ്റ് 1 ആവുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എക്സ് കോംപ്ലിമെൻറ്റും ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു സി എക്സ് പ്ലസ് സി കോംപ്ലിമെൻറ്റ് എക്സ് കോംപ്ലിമെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു സി എക്സ് നോർ എക്സ് ആണ്. ആൻഡ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ സി എക്സ് നോർ എക്സ് എന്നാണ്. ഇനി എന്താണ് നമ്മുടെ എക്സ്? എ എക്സ് നോർ ബി എന്നല്ലേ. അപ്പോൾ എക്സിൻ്റെ എ എക്സ് നോർ ബിയുടെ കൊടുക്കുമ്പോൾ കിട്ടുന്നത് എ എക്സ് നോർ ബി എക്സ് നോർ സി. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ എക്സ് നോർ ബി എക്സ് നോർ സി ആണ്. Number 2. In the following circuit, the output Y2 is given by option A XOR B into C, option B A XOR B XOR C, option C, option D B. സോ നമുക്ക് രണ്ട് മൾട്ടിപ്ലക്സേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ മൾട്ടിപ്ലക്സറിൻ്റെ സെലക്റ്റഡ് ലൈൻസ് എയും ബിയും ആണ്. രണ്ടാമത്തെ മൾട്ടിപ്ലക്സറിൻ്റെ സെലക്റ്റഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ടായിട്ടുള്ള Y1ഉം പിന്നെ സിയും ആണ്. നമുക്ക് അവസാനത്തെ ഫൈനൽ ഔട്ട്പുട്ടായ Y2 ആണ് കണ്ടെത്തേണ്ടത്. സോ നമ്മൾ ആദ്യത്തെ മൾട്ടിപ്ലക്സർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെലക്റ്റഡ് ലൈൻസ് എയും ബിയും 0 ആകുന്ന സമയത്ത് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് ഫസ്റ്റ് ഔട്ട്പുട്ടായിരിക്കും 1. അത് കഴിഞ്ഞ് 1 ആകുമ്പോഴത്തേക്ക് വരുന്നത് 0 ആകുമ്പോഴത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് 1 ആകുമ്പോൾ വരുന്ന ഔട്ട്പുട്ട് 0. സോ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫസ്റ്റ് ഔട്ട്പുട്ട് മൾട്ടിപ്ലക്സിൻ്റെ ഔട്ട്പുട്ടായ Y1 കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ 1 വരുന്നത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം ഇത് 0 ആയിട്ട് പോവുകയാണെന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 വരുന്നത് കൺസിഡർ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എ ബാർ ബി ബാർ പ്ലസ് എ ബി ബാർ എന്ന് വരും. ദെൻ ഇത് രണ്ടിലും ബി ബാർ കോമൺ ആയതുകൊണ്ട് നമുക്കത് പുറത്തെടുക്കാം. ബി ബാർ ഇൻറ്റു എ പ്ലസ് എ ബാർ എന്ന് വരും. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ബി ബാർ. സോ നമുക്ക് Y1 എന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് ബി ബാറാണ്. അപ്പോൾ സെക്കൻഡ് മൾട്ടിപ്ലക്സറിൻ്റെ സെലക്റ്റഡ് ലൈനായിട്ട് വരുന്നത് ബി ബാറും സിയും ആണ്. ബി ബാറും സിയും ആണ് സെക്കൻഡിൻ്റെ ഔട്ട്പുട്ട് സെലക്റ്റഡ് ലൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ബി ബാറും സിയും 0 ആവുന്ന സമയത്ത് വരുന്ന ഔട്ട്പുട്ട് 1 ആകുമ്പോൾ വരുന്ന ഔട്ട്പുട്ടും 1 ആകുമ്പോഴത്തേക്ക് വരുന്നത് 0 ആൻഡ് 1 ആകുമ്പോഴത്തേക്ക് വരുന്നതും 0. സോ നമുക്കിവിടെയും 1 ഔട്ടായിട്ട് വരുന്നതിന് കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടായ Y2 നമുക്ക് എന്താണ് കിട്ടുന്നത്? Y2 വരുന്നത് ബി ബാറും 0 ആണ്, സിയും 0 ആണ്, പ്ലസ്
ബി ബാറും 0 ആണ്, ദെൻ സി 1 ആണ്. ഈ രണ്ട് കേസിലാണ് നമുക്ക് 1 കിട്ടിയിരിക്കുന്നത്. സോ ഇത് കിട്ടുന്നത് ബി ഇൻറ്റു സി ബാർ പ്ലസ് ബി ഇൻറ്റു സി. ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് ബി വന്നിട്ടുണ്ട്. സോ ബി കോമൺ എടുക്കുകയാണെങ്കിൽ സി പ്ലസ് സി ബാർ എന്ന് വരും, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ബി. സോ ഇതിൻ്റെ ആൻസർ ഫൈനൽ ഔട്ട്പുട്ട് y2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വരുന്നത്. സോ ഓപ്ഷൻ ഡി ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. Consider the two cascaded 2-to-1 multiplexers shown below. The minimal sum of product form of the output x is. Sum of product ഇത് SOP കാണാനാണ് പറഞ്ഞിരിക്കുന്നത് എക്സിൻ്റെ. ദെൻ ഓപ്ഷൻ എ പി ബാർ ക്യൂ ബാർ പ്ലസ് പി ക്യൂ ആർ, ഓപ്ഷൻ ബി പി ബാർ ക്യൂ പ്ലസ് ക്യൂ ആർ, ഓപ്ഷൻ സി പി ക്യൂ പ്ലസ് പി ബാർ ക്യൂ ബാർ ആർ, ഓപ്ഷൻ ഡി ക്യൂ ബാർ ആർ ബാർ പ്ലസ് പി ക്യൂ ആർ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2016 ചോദിച്ചിട്ടുള്ള ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിൻ്റെ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കോംപ്ലിമെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നതുകൊണ്ട് ഓപ്ഷൻ നമുക്ക് തിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് അവെയറായിട്ടൊന്ന് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. സോ ഇതിൽ ഫസ്റ്റ് ഔട്ട്പുട്ടായ y1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? പി എന്ന് പറയുന്നത് 0 ആകുന്ന സമയത്ത് വരുന്ന ഔട്ട് 0 ആണ്. ദെൻ പി എന്ന് പറയുന്നത് 1 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട് 1 ആണ്, 6 ആണ്. സോ y1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പി 6 ആയിരിക്കും y1 ആയിട്ട് കിട്ടുന്നത്. ഇനി ഫൈനൽ ഔട്ട്പുട്ട് y2 പോകും. y2 പോകുമ്പോൾ ക്യൂ എന്ന് പറയുന്നത് 0 ആകുന്ന സമയത്ത് നമുക്ക് വരുന്ന ഔട്ട് എന്ന് പറഞ്ഞാൽ ആർ ബാർ ആണ്. ദെൻ ക്യൂ സിക്കട്ട് 1 ആകുന്ന സമയത്ത് നമുക്ക് വരുന്ന ഔട്ട് y1 ആണ്. അതായത് y2 എന്ന് പറയുന്നത് ക്യൂ ബാർ ആർ ബാർ പ്ലസ് ക്യൂ ഇൻറ്റു പി ആർ. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് ക്യൂ ബാർ ആർ ബാർ പ്ലസ് പി ക്യൂ ആർ. സോ ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. Question number 4. Consider 4-to-1 multiplexer with a selected line S1, S0, P, Q ആണ് തന്നിട്ടുള്ളത് given below. Then നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് F ആണ്. സോ ഓപ്ഷൻ എ പി ബാർ ക്യൂ പ്ലസ് ക്യൂ ആർ ബാർ പ്ലസ് പി ക്യൂ ബാർ ആർ, ഓപ്ഷൻ ബി പി ബാർ ക്യൂ പ്ലസ് പി ബാർ ക്യൂ ആർ ബാർ പ്ലസ് പി ക്യൂ ആർ ബാർ പ്ലസ് പി ക്യൂ ബാർ ആർ, ഓപ്ഷൻ സി പി ബാർ ക്യൂ ആർ പ്ലസ് പി ബാർ ക്യൂ ആർ ബാർ പ്ലസ് ക്യൂ ആർ ബാർ പ്ലസ് പി ക്യൂ ബാർ ആർ, ഓപ്ഷൻ ഡി പി ക്യൂ ആർ ബാർ. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2014 ചോദിച്ചിട്ടുള്ളൊരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ സെയിം മോഡലിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നമ്മുടെ ബൂളിയൻ അബ്സോർപ്ഷൻ ലോയും ബൂളിയൻ ഐഡൻറ്റിറ്റീസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. സോ തെറ്റാതെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നുമില്ല. സോ ഇവിടെ നമുക്ക് സെലക്ടഡ് ലൈൻസ് പി ക്യൂക്ക് 0 വരുമ്പോൾ വരുന്ന ഔട്ട്പുട്ട് 0 ആണ്. 0 1 വരുമ്പോൾ 1 വരും, 1 0 വരുമ്പോഴത്തേക്ക് ആർ വരും, 1 1 വരുമ്പോൾ ആർ ബാർ വരും. അപ്പം നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ എഫ് എന്താണെന്ന് എഴുതാം. എഫ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഒഴിവാക്കാം, കാരണം ഇത് 0 ആയി പോവുകയാണല്ലോ. ദെൻ പിന്നെ വരുന്നത് പി ബാർ ക്യൂ ഇൻറ്റു 1 പ്ലസ് പി ക്യൂ ബാർ ഇൻറ്റു ആർ പ്ലസ് പി ക്യൂ ഇൻറ്റു ആർ ബാർ, പി ക്യൂ ഇൻറ്റു ആർ ബാർ. സോ ഇത് തന്നെ നമുക്ക് ക്യൂ കോമൺ ആയിട്ട് എടുക്കാം. ക്യൂ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ക്യൂ കോമൺ ആകുമ്പോൾ ഒരു പി ബാർ പ്ലസ് പി ആർ ബാർ പ്ലസ് പി ക്യൂ ബാർ ആർ. അതായത് ഫസ്റ്റ് ടേമിലും ലാസ്റ്റ് ടേമിലാണ് ക്യൂ ഉള്ളത്, സെക്കൻഡ് ടേമിൽ ക്യൂ ബാർ ആണ്. സോ ഫസ്റ്റിൽ നിന്നും തേർഡിൽ നിന്നും ആയിട്ട് നമ്മൾ ക്യൂ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഫസ്റ്റിൻ്റെ പി ബാർ, തേർഡിൻ്റെ പി ആർ ബാർ വരും. അപ്പോൾ നമുക്കറിയാം പി ബാർ പ്ലസ് പി ആർ ബാർ എന്ന് പറയുന്നത്
അബ്സോർപ്ഷൻ ലോ അനുസരിച്ച് വരുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? പി ബാർ പ്ലസ് ആർ ബാർ എന്ന് വരും. സോ അതിവിടെ കൊടുക്കുമ്പോൾ ക്യൂ ഇൻറ്റു പി ബാർ പ്ലസ് ആർ ബാർ പ്ലസ് പി ക്യൂ ബാർ ആർ എന്ന് വരും. സോ നമുക്കിതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്താ വരിക? പി ബാർ ക്യൂ പ്ലസ് ക്യൂ ആർ ബാർ പ്ലസ് പി ക്യൂ ബാർ ആർ എന്ന് വരും. പി ബാർ ക്യൂ പ്ലസ് ക്യൂ ആർ ബാർ പി ക്യൂ ബാർ ആർ. ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ എ ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. Question number 5. The following circuit implements a 2-input AND gate using 2 into 1 mux. What are the values of x1, x2 and x3? സോ നമുക്കിവിടെ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് സെലക്ടിങ് ലൈൻസിൻ്റെ വാല്യൂസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എയിൽ x1 b, x2 is equal to 0, x3 is equal to a. Second option x1 is equal to b, x2 is equal to 1 and x3 is equal to b. Third one x1 is equal to a, x2 is equal to b, x3 is equal to 1 and fourth one x1 is equal to a, x2 is equal to 0, x3 is equal to b. സോ ഇതിൽ ഏതോ ഒരു കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി എന്ന് കിട്ടും. അതായത് ആൻഡ് ഓപ്പറേഷനാണ് വേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എയും ബിയും ആണ്. ഇതിൻ്റെ ഒരു ആൻഡ് ഔട്ട്പുട്ട് നമുക്ക് ഫൈനലായിട്ട് കിട്ടണം. അതിന് x1, x2, x3 ഏത് വാല്യൂസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ടിൽ ആൻഡ് ആയിട്ട് വാല്യൂ ഔട്ട്പുട്ട് എ ബി കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ ഇപ്പോൾ ഓരോരോ ഓപ്ഷനായിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എയിൽ പറയുന്നത് എ എന്ന് പറയുന്നത് അല്ല x1 എന്ന് പറയുന്നത് ബി ആണ്, x2 എന്ന് പറയുന്നത് 0 ആണ്, x3 എന്ന് പറയുന്നത് എ ആണ്. സോ നമുക്ക് ഇടയ്ക്ക് ഫസ്റ്റ് വരുന്ന മൾട്ടിപ്ലക്സിൻ്റെ ഔട്ട്പുട്ട് f1 എന്ന് എടുക്കാം. സോ f1 ഈസ് ഈക്വൽ ടു x1 b ആയതുകൊണ്ട് തന്നെ b ഈസ് ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് എ ആണ്, പ്ലസ് b ഈസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് ബി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ ബി എന്ന് നമുക്ക് വരുന്നു. ദെൻ ഇത് f1ൻ്റെ ഔട്ടാണ്. ദെൻ നമുക്ക് വേണ്ടത് f2ൻ്റെ ഔട്ടാണ് എ ബി എന്ന് വേണ്ടത്. സോ f2ൽ കൊടുത്തു നോക്കുകയാണെങ്കിൽ f2ൽ f3 ആണ് സെലക്ടഡ് ലൈൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ x3 അഥവാ എ എന്ന് പറയുന്നത് 1 ആവുന്ന സമയത്ത് നമുക്ക് വരുന്നത് f1 ആണ്, അതായത് എ ബി ആണ്. ദെൻ എ എന്ന് പറയുന്നത് 0 ആവുന്ന സമയത്ത് നമുക്ക് വരുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു 0 ആണ് വരുന്നത്. സോ സെക്കൻഡ് ടൈം ക്യാൻസലായി പോയിട്ട് എ ഇൻറ്റു ബി എന്ന വിച്ച് ഈസ് ഈക്വൽ ടു എ ബി. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്, എ ബി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഫസ്റ്റ് ബാക്കി ഓപ്ഷൻസോടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ ബി ഇനി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിയിൽ തന്നിരിക്കുന്നത് x1 എന്ന് പറഞ്ഞാൽ ബി ആണ്, x2 എന്ന് പറഞ്ഞാൽ 1 ആണ് ആൻഡ് x3 എന്ന് പറഞ്ഞാൽ അഗെയിൻ ബി ആണ്. സോ നമ്മൾ f1 കണ്ടുപിടിക്കാം. f1 കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഇത് ഓപ്ഷൻ ബി വെച്ചിട്ടുള്ളതാണ്, ഇത് ഓപ്ഷൻ എ വെച്ചിട്ടുള്ളത്. f1 കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് ബി ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് വരുന്നത് എ ആണ്, പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് അതായത് ബി ബാർ വരുമ്പോൾ വരുന്നത് ബി ആണ്. ഇവിടെ നമുക്ക് എ ബി ആണ് കിട്ടിയിരിക്കുന്നത് f1ൻ്റെ ഔട്ടായിട്ട്. ഇനി f2 നോക്കാം. f2 നോക്കുമ്പോൾ x3 എന്ന് പറഞ്ഞാൽ ബി ആണ്, ബി എന്ന് പറയുന്നത് 1 ആകുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഔട്ട് എ ബി ആണ്, പ്ലസ് ബി എന്ന് പറയുന്നത് 0 ആകുമ്പോഴത്തേക്ക് ബി ബാർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഔട്ട് 1 ആണ് ഇൻറ്റു 1. സോ നമുക്കിവിടെ ഇപ്പം എ ബി പ്ലസ് ബി ബാർ എന്നാണ് ബി വന്നിരിക്കുന്നത്. സോ ഇതല്ല, നമുക്ക് എ ബി മാത്രമാണ് വേണ്ടത്. സോ ഓപ്ഷൻ ബി അല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കിനി ഓപ്ഷൻ സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ സി വരുന്നത് x1 എന്ന് പറയുന്നത് എ ആയിട്ടും x2 എന്ന് പറഞ്ഞാൽ ബി ആയിട്ടും ആൻഡ് x3 എന്ന് പറഞ്ഞാൽ 1 ആയിട്ടാണ് വരുന്നത്. സോ ഓപ്ഷൻ സി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എ എന്ന് പറയുന്നത് 1 ആകുമ്പോഴത്തേക്ക് എ ആണ് ഔട്ട് വരുന്നത്, പ്ലസ് എ എന്ന് പറയുന്നത് 0 ആകുമ്പോഴത്തേക്ക് ഔട്ട് വരുന്നത് ബി ആണ്. സോ f1 നമുക്ക് കിട്ടുന്നത് എ പ്ലസ് എ ബാർ ബി എന്നാണ് f1 നമുക്ക് വരുന്നത്. ദെൻ f2 വരുന്നത് x3 എന്ന് പറഞ്ഞാൽ 1 ആണ്,
1 എന്ന് പറയുന്നത് 1 ആകുന്ന സമയത്ത് നമുക്ക് വരുന്നത് നമ്മുടെ F1 ആണ്, അതായത് A പ്ലസ് A ബാർ ബി. ഇനി 1 എന്ന് പറയുന്നത് 0 ആവുന്ന സമയത്ത്, അതായത് വൺസ് കോംപ്ലിമെൻ്റ് വരുന്ന സമയത്ത് നമുക്ക് വരുന്നത് x2 ആയിട്ടുള്ളത് ബി ആണ്, ബി. സോ നമുക്ക് ഇവിടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് എ പ്ലസ് എ ബാർ ബി ആണ്, അല്ലെങ്കിൽ നമുക്കതിന് എ പ്ലസ് ബി എന്ന് എഴുതാം. നമുക്കിവിടെ ഓറാണ് വന്നിരിക്കുന്നത്, ആൻഡ് കിട്ടിയിട്ടില്ല സി, ഓപ്ഷൻ സിയിൽ. ഇനി ഓപ്ഷൻ ഡി ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഡിയിൽ x1 എന്ന് പറഞ്ഞാൽ എ ആണ്, x2 എന്ന് പറഞ്ഞാൽ 0 ആണ്, ആൻഡ് x3 എന്ന് പറഞ്ഞാൽ ബി ആണ്. ഫസ്റ്റ് എ എന്ന് പറയുന്നത് 1 ആവുന്ന സമയത്ത് വരുന്നത് എ ആണ്, എ എന്ന് പറയുന്നത് 0, അതായത് എ കോംപ്ലിമെൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ബി ആണ്. സോ നമുക്ക് F1 വരുന്നത് എ പ്ലസ് എ ബാർ ബി അഥവാ എ പ്ലസ് ബി എന്നാണ് F1 വരുന്നത്. ഇനി F2ലോട്ട് പോകുമ്പോഴത്തേക്കും x3 എന്ന് പറഞ്ഞാൽ ബി, ബി 1 ആകുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് നമ്മുടെ F1 ആണ്, അതായത് എ പ്ലസ് ബി. ദെൻ ബി എന്ന് പറയുന്നത് 0 വരുമ്പോഴത്തേക്ക്, അതായത് ബി ബാർ വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 0 ആണ്. സോ ഈ ടേം ക്യാൻസലായി. എന്നാലും നമുക്ക് ഇവിടെ കിട്ടുന്നത് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്, എ ഇൻറ്റു ബി എന്നല്ല. സോ നമ്മൾ എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്തു, അതിൽ നിന്ന് സിയോ ഡിയോ ബിയോ ഒന്നുമല്ല, ഓപ്ഷൻ എ ആണ് ആൻസർ. Question number 6. The majority function is a Boolean function f of x, y, z that takes the value 1 whenever a majority function shown below. The logic gates for the boxes labeled P and Q are respectively are option A XOR AND, option B XOR, XOR, option C or, option D or AND. സോ നമുക്ക് പിയുടെയും ക്യൂ, ഈ പിയും ക്യൂവും ഏത് ലോജിക് ഗേറ്റ്സ് ആണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് അവരൊരു ക്ലൂ തന്നിട്ടുള്ളത് മെജോറിറ്റി വാല്യൂ 1 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഫംഗ്ഷൻ എടുക്കുന്നത്. എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് വെച്ചാൽ മെജോറിറ്റി വാല്യൂ 1 വരുമ്പോഴത്തേക്കാണ് എടുക്കുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് പിയും ക്യൂവും എന്ന് പറയുന്നത് ഏത് ലോജിക് ഗേറ്റ്സ് ആണെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം 3 വേരിയബിൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 0 to എക്സ് വൈ ഇസഡ് 0 to 7 വരെ നമുക്ക് 3 വേരിയബിൾ യൂസ് ചെയ്തിട്ട് എഴുതാൻ സാധിക്കും. നമ്മൾ എഴുതുമ്പോൾ 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 and finally 1 1 1. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഔട്ട്പുട്ട് മെയിൻ ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡെറൈവ് ചെയ്യിക്കുന്നത് മെജോറിറ്റി ഓഫ് 1 വരണം. സോ ഇവിടെ ഫുൾ 0 ആണ്, ഇവിടെ ഒരു 1 ഉള്ളൂ, മെജോറിറ്റി 0 ആണ്, ഇവിടെ മെജോറിറ്റി 0 ആണ്, ദെൻ ഇവിടെ മെജോറിറ്റി 1 ആണ്. സോ ഇതാണ് 3 ആണ്. ദെൻ അഗൈൻ ഇവിടെ മെജോറിറ്റി 0 ആണ്, ഇവിടെ മെജോറിറ്റി 1 ആണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 ആണ്. ദെൻ അഗൈൻ ഇവിടെ മെജോറിറ്റി 1 ആണ്, അത് 6 ആണ്, ഇവിടെ മെജോറിറ്റി 1 ആണ്, അത് 7 ആണ്. സോ നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് സം ഓഫ് മിൻ ടേംസ് ഓഫ് 5 3 5 6 7 ആണ്. ഫസ്റ്റ് വൺ 3 ആണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു കെ മാപ്പ് ഇംപ്ലിമെൻ്റ് ചെയ്ത് സോൾവ് ചെയ്ത് നോക്കാം നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്താണ് വരുന്നതെന്ന് അറിയാനായിട്ട്. സോ എക്സ് വൈ ഇസഡ് 0 0 0 1 1 0 1 1 0 1. സോ നമ്മുടെ 3 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ദെൻ 5 6 7. സോ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിതിനെ ഒന്ന് പെയർ ചെയ്ത് നോക്കാം. പെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ പെയർ ഇങ്ങനെ എടുക്കാം, സെക്കൻഡ് പെയർ ഇങ്ങനെ എടുക്കാം, തേർഡ് പെയർ വെർട്ടിക്കലായിട്ട് തേർഡ് പെയർ കൊടുക്കാം. ദെൻ ഇത് നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പെയറിൽ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത്, വൈയും ഇസഡും ആണ് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത്, പ്ലസ് ദെൻ അഗൈൻ ഇതാണ് സെക്കൻഡ് പെയർ ആയിട്ട് എടുക്കുന്നതെങ്കിൽ അവിടെ കോമൺ ആയിട്ടുള്ളത് എക്സ് ഉണ്ട്, പിന്നെ രണ്ടിലും കോമൺ ആയിട്ട് ഇസഡ് ഉണ്ട്, പ്ലസ് ദെൻ ഫൈനൽ ഇത് തേർഡ് വൺ എടുക്കുകയാണെങ്കിൽ ഇതിലും കോമൺ ആയിട്ട് എക്സ് ഉണ്ട്, പിന്നെ കോമൺ ആയിട്ട് വരുന്നത് വൈ ആണ്. സോ
നമുക്ക് സെലക്ടഡ് ലൈൻസ് എക്സ് അല്ലേ, സോ എക്സിനെ ഇവിടെ കോമൺ ആയിട്ട് എടുക്കാം. എക്സിനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ വൈ പ്ലസ് ഇസഡ് പ്ലസ് വൈ ഇസഡ് എന്നാണ് നമുക്ക് ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ് എന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ പ്ലസ് ഇസഡ് പ്ലസ് വൈ ഇസഡ്. സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും എക്സ് സെലക്ട് ലൈൻസ് വെച്ച് ഓർ ഗേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരെണ്ണം ഓർ ഗേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വൈയും ഇസഡും തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് എക്സുമായിട്ട് വരുന്ന ഓർ ഗേറ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്, കാരണം അത് എക്സ് ഓർ ഗേറ്റ് ആണ് കണ്ടിരിക്കുന്നത്. ഇനി ഒന്നുകിൽ ഓപ്ഷൻ സി ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും, ഓർ അല്ലെങ്കിൽ ഓർ ആൻഡ്, ഓർ കോമ ആൻഡ്. സോ ഇതിലേതാണെന്ന് അറിയാനായിട്ട് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സപ്പോസ് നമ്മൾ എടുക്കുകയാണ് രണ്ട് ഗേറ്റും ഓർ ആണെന്ന് ഇരിക്കട്ടെ. അല്ലെങ്കിൽ ഓർ ഗേറ്റ്, ഇതും ഓർ ഗേറ്റ് ആണ്, ഇതും ഓർ ഗേറ്റ് ആണ്. ഇത് ഓർ ഗേറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എഫ് എന്ന് പറഞ്ഞ ഇത് കിട്ടണം, ഈ ഫംഗ്ഷൻ കിട്ടണം. സോ രണ്ടും ഓർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? വൈ പ്ലസ് ഇസഡ് വരും, ഇവിടെയും വൈ പ്ലസ് ഇസഡ് വരും. ദെൻ സെലക്ടഡ് ലൈൻസ് എക്സ് എന്ന് പറയുന്നത് 1 ആവുന്ന സമയത്ത്, എക്സ് ഇസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് എക്സ് ഇൻറ്റു വൈ പ്ലസ് ഇസഡും വരും, പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആവുന്ന സമയത്ത് എക്സ് ബാർ ഇൻറ്റു വൈ പ്ലസ് ഇസഡും വരും. സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് പ്ലസ് എക്സ് ബാർ വൈ പ്ലസ് എക്സ് ബാർ ഇസഡ് ഇതൊക്കെയാണ് വരുന്നത്. ഇത് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് നമുക്ക് ആദ്യം കിട്ടിയ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഫംഗ്ഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക. ഫംഗ്ഷൻ നമ്പർ 1 അല്ല നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഓറും ആൻഡും എടുത്ത് നോക്കാം. ഇത് ഓറാണ്, ഇത് ആൻഡും ആയിട്ട് എടുത്ത് നോക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് വൈ പ്ലസ് ഇസഡ് ആയിരിക്കും, രണ്ടാമത്തേതിൽ വരുന്നത് വൈ ഇൻറ്റു ഇസഡ് ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഔട്ട് എന്തായിരിക്കും? എഫ് ഔട്ട് വരുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആവുന്ന സമയത്ത് വൈ പ്ലസ് ഇസഡ് വരും, ദെൻ പ്ലസ് എക്സ് എന്ന് പറയുന്നത് 0 ആവുന്ന സമയത്ത് എക്സ് ബാർ ഇൻറ്റു വൈ ഇസഡ് വരും. ദെൻ എറേസ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് പ്ലസ് എക്സ് ബാർ വൈ ഇസഡ് എന്ന് കിട്ടും. ദെൻ ഇതിൽ നിന്ന് വൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം വൈ കോമൺ എടുക്കുമ്പോൾ എക്സ് പ്ലസ് എക്സ് ബാർ ഇസഡ് പ്ലസ് എക്സ് ഇസഡ് എന്ന് വരും. ദെൻ അഗെയിൻ ഇത് എന്തായിട്ട് മാറും? എക്സ് പ്ലസ് ഇസഡ് ആയിട്ട് മാറും. എക്സ് പ്ലസ് ഇസഡ് ആയിട്ട് മാറുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഇസഡ് പ്ലസ് എക്സ് ഇസഡ് ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ്. ദെൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈമിൽ എക്സ് കോമൺ എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഇസഡ് പ്ലസ് വൈ ഇസഡ്, അതായത് നമ്മുടെ ഫംഗ്ഷൻ നമ്പർ 1 അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. സോ പി എന്ന് പറയുന്നത് ഓറും ക്യൂ എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റും ആണ്. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ക്വസ്റ്റ്യൻ നമ്പർ 7. A 3-line to 8-line decoder with active low output is used to implement a 3-variable Boolean function as shown in the figure. The simplified form of Boolean function f of x, y, z implemented in the POS product of sum form will be. So നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. POS ഫോമിൽ വേണം കണ്ടുപിടിക്കാനായിട്ട്. സോ ഇതിൻ്റെ ഇൻപുട്ട് എക്സ് വൈ സെഡ് 3 തന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. സോ നമുക്കിതിൽ ഫംഗ്ഷൻ എഫ് എഴുതാം. അതിന് മുന്നേ ഇവിടെ ഒരു നോട്ടുണ്ട്, ഇവിടെ ഒരു നോട്ടുണ്ട്. സോ ഈ രണ്ട് നോട്ടുകളും തമ്മിൽ, രണ്ട് ബബിൾസും തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. കാരണം രണ്ട് നോട്ട് വന്ന അതിൻ്റെ അർത്ഥം ആ ഒരു എഫക്റ്റ് അവിടെ വരുന്നില്ല എന്നുള്ളതാണ്.
സോ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് എന്താണ്, 1 3 5 6 എന്നതിന് അഡിഷനാണ് നടക്കുന്നത്. സോ എഫ് ഈസ് ഈക്വൽ ടു സം ഓഫ് മിൻ ടേംസ് ഓഫ് ഏതൊക്കെയാണ് 1, 3, 5, 6 ഇത്രയെണ്ണത്തിൻ്റെ അഡിഷനാണ് നടന്നിരിക്കുന്നത് ഓർ ഗേറ്റ് ആയതുകൊണ്ട്. പക്ഷെ നമുക്ക് ആക്ച്വലി എസ് ഒ പി അല്ല POS ആണ് വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ പൈ ഓഫ് മാക്സ് ടേം ഓഫ് ബാക്കിയുള്ള ഇതാണ് ഇവിടെ വരുന്നത് 0, 2, 4, 7. ദെൻ ഇതിൻ്റെ നമ്മൾ കെ മാപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. കെ മാപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വരുന്നത്, 0, 0, 0, 1, 1, 0, 1, 1, 0, 1 എക്സും വൈ ഇസഡും. സോ ഇവിടെ വരുന്നത് എക്സ് പ്ലസ് ഇവിടെ വൈ പ്ലസ് ഇസഡ്, വൈ പ്ലസ് ഇസഡ് ബാറ്, വൈ ബാറ് പ്ലസ് ഇസഡ് ബാറ്, വൈ ബാറ് പ്ലസ് ഇസഡ്. ഇവിടെ വരുന്നത് എക്സും എക്സ് ബാറും. ഇനി 0 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരും, 2 എന്ന് പറയുന്നത് ഇവിടെ വരും, 4 എന്ന് പറയുമ്പോൾ പിന്നെ 7 ഇവിടെ വരും. നമുക്കിതിനെ പെയർ ചെയ്യാം. പെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ വരും, ഇവർ രണ്ടും ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ പെയർ ചെയ്യാം. ദെൻ ഈ ഒരു 0യും ഈ കോർണറിലുള്ള 0 യൂസ് ചെയ്തിട്ട് ഒരു പെയറിങ്. ദെൻ ഇവിടെ ഒരെണ്ണം പെയറിംഗ് അല്ല ഒന്നായിട്ട് കിടപ്പുണ്ട്, അത് നമുക്ക് എടുക്കാം, ഗ്രൂപ്പ് ചെയ്യാം. ദെൻ ഇതിൻ്റെ എഫ് ഫംഗ്ഷൻ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വരുന്നത്, ഫസ്റ്റ് വരുന്നത് നമുക്ക് വെർട്ടിക്കലായിട്ട് എഴുതിക്കുന്നതിൻ്റെ പെയറിംഗ് എഴുതുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വരുന്നത് വൈ പ്ലസ് ഇസഡ് ആണ്, വൈ പ്ലസ് ഇസഡ്. ദെൻ ഈ ഹൊറിസോണ്ടലായിട്ട് വരുന്ന പെയറിൻ്റെ കോമൺ ആയിട്ട് വരുന്നത് എക്സ് ഉണ്ട്, പിന്നെ വരുന്ന 0, 0യും 1, 0 ഇസഡ് ആണ്, എക്സ് ഉണ്ട് ഇസഡ് ഉണ്ട്. പിന്നെ ഈ സിംഗിളായിട്ട് വരുന്നത് അതായത് എക്സ് ബാറ് പ്ലസ് വൈ ബാറ് പ്ലസ് ഇസഡ് ബാറ്. ഇതാണ് ഓപ്ഷൻ എ എന്ന് പറയുന്ന ഇതാണ്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. Question number 8. A 3 to 8 decoder is used to produce a logic F as shown in figure. Below, the minimum number of 2 input NAND gates you require to implement the function F is. സോ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ എഫ് എന്താണെന്ന് കണ്ടുപിടിക്കുക. എഫ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ എഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ഇൻപുട്ട് 2 ഇൻപുട്ട് NAND ഗേറ്റ്സ് എത്ര എണ്ണം വേണം, ഏറ്റവും മിനിമം എത്ര എണ്ണം വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് F1, F2, F3 കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നാണ് എഫിലോട്ട് വരാനുള്ളത്. F1, F2, F3 എന്ന് പറഞ്ഞാൽ F1 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ഉണ്ട്, 1, 2, 4, 6 ഇത്ര എണ്ണത്തിൻ്റെ അഡിഷനാണ് F1ൽ വരുന്നത്. സോ F1ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ F1 എന്ന് പറഞ്ഞാൽ സം ഓഫ് ആരൊക്കെ ഉണ്ട് അതിനകത്ത്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. ദെൻ അതുപോലെ F2 എന്ന് പറഞ്ഞാൽ 0 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. ദെൻ F3 വരുമ്പോൾ അതിൽ 0 ഉണ്ട്, സം ഉണ്ട്. F3 equal to in terms of 0 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ഇനി ഈ ഔട്ട്പുട്ട്സ് എല്ലാം കൂടെ NAND ഗേറ്റിലിട്ട് കൊടുത്തേക്കാണ്. സപ്പോസ് ഇതൊരു ആൻഡ് ഗേറ്റ് ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരുന്നത്, ആൻഡ് ഗേറ്റ് മീൻസ് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ. അതായത് ഇപ്പോൾ ഇതിൽ പോലെ 0, 1, 2, 3, 4, 6 ഉണ്ട്, 0, 3, 6 ഉണ്ട്, 0, 4, 6 ഉണ്ട്. അതായത് 0,6 ആണ് ആൻഡ് ആയിരുന്നുവെങ്കിൽ വരേണ്ടിയിരുന്നാൽ കോമൺ ആയിട്ടുള്ളത്. അപ്പം NAND ആണെങ്കിലോ, ആൻഡിൽ 0,6 ആണെങ്കിൽ NAND എന്ന് പറഞ്ഞാൽ ഈ 0യും 6 ഒഴികെ ബാക്കിയെല്ലാം NANDിനകത്ത് വരും. എന്ന് പറയുമ്പോഴത്തേക്ക് 1, 2, 3, 4, 5, 7.
സോ അതാണ് നമുക്കിവിടെ നാൻഡിൽ കിട്ടിയിരിക്കുന്നത് 1 2 3 4 5 7. ഇത് യൂസ് ചെയ്തിട്ട് ഇനി കെ മാപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫംഗ്ഷൻ എഫ് കണ്ടുപിടിക്കാനായിട്ട്. സോ നമുക്ക് ഫംഗ്ഷൻ എഫ് കണ്ടുപിടിക്കാം. അപ്പോൾ എഫിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? സം ഓഫ് മിൻ ടേംസ് ഓഫ് 1 2 3 4 5 and 7. സോ കെ മാപ്പ് ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. എ ബി സി 0 0 0 1 1 0 1 1 0 1 0 എന്ന് പറയുമ്പോൾ എ ബാർ 1 എന്ന് പറയുമ്പോൾ എ. ഇവിടെ വരുന്നത് ബി ബാർ സി ബാർ, ഇവിടെ ബി ബാർ സി, ഇവിടെ ബി സി, ഇവിടെ ബി സി ബാർ. സോ 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരും 2 and 3 4 5 6 ഇല്ല 7. സോ ഇത്രയാണ് നമുക്ക് വരുന്നത്. ദെൻ ഇതിനെ നമുക്കിനി ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ 4 എണ്ണം കൂടെ ചേർത്തൊരു ഗ്രൂപ്പാക്കാം. ദെൻ അഗെയിൻ ഇവിടെ ഒരു പേരുണ്ട്. ദെൻ അഗെയിൻ ഇവിടെ വൺസ് മോർ പെയർ. ഓക്കെ, നമുക്കിനി എഫ് എന്ന് പറഞ്ഞ് എഴുതി നോക്കാം. എഫ് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ആരുണ്ട്? സി ഉണ്ട്. സി മാത്രമേ ഉള്ളൂ. പ്ലസ് ദെൻ സെക്കൻഡ് ഇനി ഈ പേർ എടുക്കുമ്പോൾ ഇതിൽ കോമൺ ആയിട്ട് എ ഉണ്ട്. ദെൻ അഗെയിൻ പിന്നെ വരുന്നത് ബി ബാർ ആണ്. ബി ബാർ വരുന്നുണ്ട്. ഓക്കെ, പ്ലസ് ദെൻ അഗെയിൻ ഇതിൽ കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? എ ബാർ ഉണ്ട്. എ ബാർ ഉണ്ട്. ദെൻ കോമൺ ആയിട്ട് വരുന്നത് ബി ആണ്. അപ്പോൾ സി പ്ലസ് എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്ന് പറയുന്നത് സി പ്ലസ് എ എക്സ് ഓർ ബിക്ക് തുല്യമാണ്. സോ എക്സ് ഓർ ബി, എക്സ് ഓർ ഗേറ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 നാൻഡ് ഗേറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. 4 നാൻഡ് ഗേറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു എക്സ് ഓർ ഗേറ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വന്നിട്ടുള്ളതാണ് ഒരു ഓർ ഗേറ്റും കൂടെ ഉണ്ട്. ഒരു ഓർ ഗേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് 3 നാൻഡ് ഗേറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടലി നമുക്ക് എത്ര 7 നാൻഡ് ഗേറ്റ്സ് വേണം ഈ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ മിനിമം 7 നാൻഡ് ഗേറ്റ്സ് വേണം ഈ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. Question number 9. In the following circuit, the function f of i2, i1, i0 is. ഇത് വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് എഴുതാവുന്നേ ഉള്ളൂ. സോ ഇപ്പോൾ ഇതൊരു ഓർ ഗേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? 0 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. ഇതിൻ്റെ സമ്മാറ്റ് എഴുതിന് സം ഓഫ് മിൻ ടേംസ് ഓഫ് 0, 3, 6. പക്ഷേ ഇതൊരു നോർ ഗേറ്റ് ആയതിന് എന്ത് ചെയ്യും? ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കും. കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ എന്താ വരിക? സം ഓഫ് 1 2 4 5 7. അതായത് ഇതൊഴികെയുള്ള ബാക്കി നമ്പേഴ്സും ആയിരിക്കും ഇതിനകത്ത് വരിക. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. Question number 10. In the following circuit, the function f1 into f2 is. Option A i2, i1, i0. Option B i2 xor i1 xor i0. Option C I and option D is equal to 0. സോ f1 ഇൻറ്റു f2 എന്താണ്? പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചതിന് ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? സോ ഫസ്റ്റ് നമുക്ക് f1 എന്താ കിട്ടുന്നത് നോക്കാം. f1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് 0 ഉണ്ട്, ദെൻ 2 4 6 0 2 4 6. ഓക്കെ, ദെൻ അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കാനായിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വരിക? 1 3 5 7. സോ ഇനി നെക്സ്റ്റ് f2 എടുക്കാം. f2വിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? 1 ഉണ്ട്, 3 ഉണ്ട്,
5 7. സോ അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? 0 2 4 6. ഇനി F1 ഇൻറ്റു F2 എടുക്കുമ്പോൾ എന്താ വരുന്നത്? രണ്ടിലും കോമൺ ആയിട്ട് ഒന്നുമില്ല. 1 3 5 7 0 2 4 6 ഒന്നുമില്ല. അപ്പോൾ F1 ഇൻറ്റു F2 എന്ത് വരും? 0 വരും. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ.